ദശകം 87 കുചേലവൃത്തം. കുചേലനാമാ ഭവതഃ സതീർത്യതാം ഗതഃ സാന്ദീപനി മന്ദിരേ ദ്വിജാഃ ത്വദേകരാഗേണ ധനാദി നിസ്പൃഹോ ദിനാനി നിന്യേ പ്രശമീ ഗൃഹാശ്രമീ. കുചേലനാമാ ഭവതഃ സതീർത്യതാം ഗതഃ സഹ സാന്ദീപനി മന്ദിരേ ദ്വിജഃ ത്വദേകരാഗേണ ധനാദി നിസ്പൃഹഃ ദിനാനി നിന്യേ പ്രശമീ ഗൃഹാശ്രമീ. കുചേലനാമാ ഭവതഃ സതീർത്യതാം. ഭവതഃ സതീർത്യതാം, ഭഗവാന്റെ സഹപാഠിയാവാൻ ഇടവന്ന ആ കുചേലനാമാ ദ്വിജഃ, ആ കുചേലൻ എന്നു പേരായ ദ്വിജൻ, ആ സാന്ദീപനി മന്ദിരെ, സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ചിട്ട് ഭഗവാന്റെ സഹപാഠിയാവാൻ അവസരം ലഭിച്ച ആ കുചേലൻ എന്നു പേരായ ദ്വിജൻ ബ്രാഹ്മണൻ ത്വദേകരാഗേണ ധനാദി നിസ്പൃഹഃ, ഭഗവാനിൽ മാത്രം രാഗമുള്ളയാളായിട്ട് ധന ആദി നിസ്പൃഹഃ, ധനത്തിലൊന്നും യാതൊരു ആഗ്രഹവും ഇല്ലാത്തവനായിരുന്ന ആ ബ്രാഹ്മണൻ ദിനാനി നിന്യ, ദിവസങ്ങൾ നയിച്ചു. പ്രശമി ഗൃഹാശ്രമി, പ്രകർഷേണ ശാന്തശീലനും ഗൃഹസ്ഥാശ്രമിയും ആയിരുന്ന ഈ ബ്രാഹ്മണൻ ഭഗവാന്റെ സഹപാഠിയായിട്ട് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ കംസവധമെല്ലാം കഴിഞ്ഞ ആ സമയത്ത് ഒരു അവതാര രൂപം എടുത്തിരിക്കുന്ന ഭഗവാൻ മനുഷ്യരെ എങ്ങനെ തൻ്റെ കർമ്മങ്ങളിലൂടെ പഠിപ്പിക്കണം എന്ന് ലക്ഷ്യമാക്കിക്കൊണ്ട് 64 ദിവസം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ചിരുന്ന ആ സമയത്ത് സുധാമാവ് എന്നു പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഭഗവാന്റെ സഹപാഠിയായിട്ടുണ്ടായിരുന്നു. ഗുരുകുലവാസമെല്ലാം കഴിഞ്ഞ് ഭഗവാൻ മഥുരയിലും ഈ കുചേലൻ തൻ്റെ ബ്രാഹ്മണ ഗൃഹത്തിൽ ഗൃഹസ്ഥനായിട്ടൊക്കെ ജീവിച്ചു. അദ്ദേഹം സദാസമയവും ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ധനങ്ങളിലൊന്നും യാതൊരു ആഗ്രഹവും ഇല്ലാത്തവനായിട്ട് ജീവിച്ചു വന്നിരുന്നു. എന്നാൽ ഗൃഹസ്ഥാശ്രമിയായിരുന്ന ഈ സുധാമാവിന് തൻ്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ ആവശ്യമായ ധനം ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഒരു ഭക്തന് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് ഈ കുചേലവൃത്തത്തിലൂടെ ഭാഗവതം മനസ്സിലാക്കി തരികയാണ്. കുചേലനാമാ ഭവതഃ സതീർത്യതാം ഗതഃ സാന്ദീപനി മന്ദിരേ ദ്വിജാഃ ത്വദേകരാഗേണ ധനാദി നിസ്പൃഹോ ദിനാനി നിന്യേ പ്രശമീ ഗൃഹാശ്രമീ. സമാനശീലാഭി തദീയവല്ലഭാ തദൈവ നോ ചിത്തജയം സമീയുഷി കഥാചിദൂജേ ബദവൃത്തിലബ്ധയേ രമാപതി കിം ന സഖാ നിഷേവ്യതേ. സമാനശീലാ അപി തദീയവല്ലഭാ തഥാ ഏവ നോ ചിത്തജയം സമേയുഷി കഥാചിത് ഊജേ ബദവൃത്തിലബ്ധയേ രമാപതി കിം ന സഖാ നിഷേവ്യതേ. സമാനശീല അപി തദീയവല്ലഭ, സുധാമാവിൻ്റെ ഭാര്യ സമാനമായ ശീലത്തോടു കൂടിയവളായിരുന്നു എങ്കിലും തഥാ ഏവനോ ചിത്തജയം സമേയുഷി, സുധാമാവിൻ്റെ അത്രയും മനോജയം നേടിയിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഇരിക്കെ കഥാചിത് ഒരു ദിവസം ഊജെ പറഞ്ഞു, സുദാമാവിൻ്റെ പത്നി, ബദവൃത്തിലബ്ധയെ, നിത്യവൃത്തി കഴിക്കുന്നതിനായിട്ട് എന്തെങ്കിലും ധനം കിട്ടുന്നതിനായിക്കൊണ്ട് രമാപതിഹി കിംന സഖാ നിഷേവ്യതേ, അങ്ങയുടെ കൂട്ടുകാരനും ലക്ഷ്മി വല്ലഭനുമായിരിക്കുന്ന ആ ഭഗവാനെ എന്തുകൊണ്ടാണ് ഒന്നുപോയി കാണാത്തത്? കുചേലനോളം തന്നെ ശീല ഔദാര്യ ഗുണങ്ങളൊക്കെ ഉള്ളവളായിരുന്നു ഈ സുമംഗല എന്ന കുചേല പത്നി എങ്കിലും അത്ര തന്നെ മനോജയം നേടുവാനായിട്ട് സാധിക്കാതിരുന്ന ആ കുചേല പത്നി തങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യത്തിൻ്റെ കഷ്ടപ്പാട് സഹിക്കാഞ്ഞ് ഒരു ദിവസം സുദാമാവിനോട് പറഞ്ഞു, ലക്ഷ്മി വല്ലഭനായിരിക്കുന്ന അങ്ങയുടെ കൂട്ടുകാരനെ എന്തുകൊണ്ടാണ് ഒന്നുപോയി കാണാത്തത് എന്ന്. ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ഈ കുചേലന് തൻ്റെ കുടുംബത്തെ പോറ്റേണ്ടതായ ഒരു ധർമ്മം ഉണ്ടായിരുന്നിട്ടും അതിനെ കാര്യമായി ഒന്നും ശ്രമിക്കാതെ ഇരിക്കുന്ന ആ കാഴ്ച കണ്ടിട്ടാവണം സുമംഗല തൻ്റെ ഭർത്താവായ സുദാമാവിനോട് ഇപ്രകാരം പറഞ്ഞത്. ഒരു കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതിൽ വളരെയധികം വ്യാകുലപ്പെട്ടിരുന്നു ആ കുചേല പത്നി. അതുകൊണ്ടാണ് ധനത്തിൻ്റെ മുഴുവൻ അധിഷ്ഠാന ദേവതയായിരിക്കുന്ന ലക്ഷ്മി ഭഗവതിയുടെ വല്ലഭൻ ആയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങയുടെ സുഹൃത്തായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഒന്നുപോയി കാണാത്തത് എന്ന് ചോദിക്കുകയാണ് സുമംഗല. സമാനശീലാഭി തദീയവല്ലഭ തദൈവ നോ ചിത്തജയം സമേയുഷി കഥാചിതൂജേ ബദവൃത്തിലബ്ധയേ രമാപതി കിം ന സഖാ നിഷേവ്യതേ. ഇതീരിതോയം പ്രിയയാക്ഷുതാർത്തയാ ജുഗുപ്സമാനോപി ധനേ മദാവഹേ തദാ ത്വദാലോകന കൗതുകാത്യയൗ വഹൻ പടാന്തേ പൃഥുകാനുപായനം. ഇതി ഈരിതഃ അയം പ്രിയയാ ക്ഷുതാർത്തയാ ജുഗുപ്സമാനഃ അപി ധനേ മദാവഹേ തദാ ത്വദാലോകന കൗതുകാത്യയൗ വഹൻ പഠാന്തേ പൃഥുകാൻ ഉപായനം. ഇതി ഈരിതഃ അയം, ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ, കുചേലപത്നിയാൽ പറയപ്പെട്ടപ്പോൾ, അയം ഈ കുചേലൻ പ്രിയയാക്ഷുതാർത്തയ തൻ്റെ സഹധർമ്മിണിയും പ്രേയസിയും ആയിരിക്കുന്ന സുമംഗലയാൽ ഇപ്രകാരം ക്ഷുതാർത്തയ വിശന്ന് വലഞ്ഞവളായിട്ട് ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ ജുഗുപ്സമാനഃ അപി ധനേ മദാവഹേ, ധനം എന്ന് പറഞ്ഞാൽ മതത്തെ കൊണ്ടുവരുന്നതാണ്, അഹങ്കാരത്തെ കൊണ്ടുവരുന്നതാണ്. അങ്ങനെയുള്ള ധനത്തോട് ഈ കുചേലനെ ജുഗുപ്സമാനഃ അപി വെറുപ്പുള്ളവനാണ് എങ്കിലും തഥാ ത്വദാലോകന കൗതുകായയോ, ഗുരുവായൂരപ്പ അങ്ങയെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയെ കാണുവാൻ ആഗ്രഹം ഉള്ളയാളായിട്ട് അദ്ദേഹം യാത്ര പുറപ്പെട്ടു. പോകുമ്പോൾ കയ്യിൽ വഹൻ പടാന്തേ പൃഥുകാൻ ഉപായനം, തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് പൃഥുകാൻ ഉപായനം അവില് ഭഗവാന് കാഴ്ചദ്രവ്യമായിട്ട് എടുത്തുകൊണ്ടാണ് പുറപ്പെട്ടത്. ദാരിദ്ര്യത്താൽ വളരെയധികം പീഡിതമായിരുന്ന ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥയായിരുന്നു സുമംഗല. ഭർത്താവിൻ്റെയും കുട്ടികളുടെയും എല്ലാം ആവശ്യാനുസരണം ഭക്ഷണം നൽകാൻ കഴിയാത്ത ആ വ്യഥയിൽ സുമംഗല തൻ്റെ ഭർത്താവായ സുദാമാവിനോട്
ഭഗവാനെ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞത് കേട്ട് ധനം അഹങ്കാരത്തെ കൊണ്ടുവരുന്നതായതുകൊണ്ട് വളരെ വെറുപ്പുള്ളയാളായിരുന്നു ഈ കുചേലൻ എങ്കിലും അവിടെ ഭഗവാനെ പോയി കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ കാണുന്ന ആ സൗഭാഗ്യത്തെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് സുദാമാവ് വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ ഭാര്യ കൊടുത്ത അവിൽ പൊതിഞ്ഞ് കക്ഷത്തിൽ ഇടുക്കിക്കൊണ്ട് ഭഗവാനെ കാണുവാൻ യാത്രയായി. ഇവിടെ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു കുചേലൻ എന്നത് സൂചിപ്പിക്കപ്പെടുന്നു. കൂടാതെ ധനം ഉണ്ടായാൽ അത് അഹങ്കാരത്തെ കൊണ്ടുവരുന്നതാണ് എന്ന് നമുക്ക് ഉപദേശിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ഭഗവാനെ ദർശിക്കുവാനുള്ള ഒരവസരം വന്നു ചേർന്നപ്പോൾ ആ ഭക്തോത്തമൻ ഭഗവാനെ കാഴ്ച വസ്തുവും കയ്യിൽ കരുതിക്കൊണ്ടാണ് പോയത്. ജീവിതവൃത്തിക്കായിട്ട് യാതൊന്നും തന്നെ കയ്യിലില്ലാത്ത അവസ്ഥയിലും ഭഗവാനെ കാണുവാനായിട്ട് പോകുമ്പോൾ ഒരു കാഴ്ചദ്രവ്യം കയ്യിൽ കരുതണം എന്നുള്ള സങ്കല്പം ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളുടെ എല്ലാം കയ്യിൽ അത്യാവശ്യം വേണ്ട ധനമെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും എവിടെയെങ്കിലും പുണ്യസ്ഥലങ്ങളിൽ പോയാൽ അവിടെ കുറച്ച് ധനം സമർപ്പിക്കുന്നതിൽ പലരും പിശുക്ക് കാണിക്കാറുള്ളത് നമുക്കറിയാം. ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും നമ്മളാൽ ആവും വിധമെല്ലാം സമർപ്പണങ്ങൾ അവിടെ ചെയ്യണം. യാതൊരു സമർപ്പണം ചെയ്യാതെ പ്രസാദം സ്വീകരിക്കുന്നത് ജന്മജന്മാന്തരങ്ങളിലൂടെ വീടേണ്ട ഒരു കടമായിട്ട് നിലനിൽക്കും എന്നുകൂടി ഇവിടെ നമുക്ക് സൂചിപ്പിക്കാം. ഇതീരിതോയം പ്രിയയാക്ഷുതാർദയാ ജുഗുപ്സമാനോഭിധനേ മദാവഹേ തഥാ ത്വദാലോകനകൗതുകാത്യയൗ വഹൻ പടാന്തേ പൃഥുകാനുപായനം ഗതോയമാശ്ചര്യമയീം ഭവത്പുരീം ഗൃഹേഷു ശൈബ്യാഭവനം സമേവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപനിർവൃതിം തവാദിസംഭാവനയാതു കിം പുനഃ ഗതഃ അയം ആശ്ചര്യമയീം ഭവത്പുരീം ഗൃഹേഷു ശൈബ്യാഭവനം സമേയുവാൻ പ്രവിശ്യ വൈകുണ്ഠം ഇവ ആപനിർവൃതിം തവ അതിസംഭാവനയാതു കിം പുനഃ ഗതഃ അയം ആശ്ചര്യമയീം ഭവത്പുരീം. കുചേലൻ അത്ഭുത കാഴ്ചകളൊക്കെ നിറഞ്ഞതായ ആ ദ്വാരകാപുരിയിലേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് ഗൃഹേഷ് ശൈബ്യാഭവനം സമേയുവാൻ, അതിൽ ഭഗവാന്റെ 16,008 ഭാര്യമാർക്കും വ്യത്യസ്തങ്ങളായ ഭവനം ഒക്കെ നിർമ്മിച്ച് ഇരിക്കുന്നതിൽ ശൈബ്യ അല്ലെങ്കിൽ മിത്രവിന്ദ എന്ന ഭഗവാന്റെ പത്നിയുടെ കൊട്ടാരത്തിൻ്റെ മുൻപിലാണ് കുചേലൻ എത്തിച്ചേർന്നത്. അവിടെ ചെന്നപ്പോഴോ പ്രവിശ്യ വൈകുണ്ഠം ഇവ, വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ചാൽ എന്ത് അനുഭവമാണോ ഉണ്ടാകുന്നത് അപ്രകാരം ഉള്ള നിർവൃതിം അവാപ, ഒരു സുഖത്തെ സുദാമാവ് അറിഞ്ഞു. അത് കഴിഞ്ഞ് തവ അതിസംഭാവനയാതു കിം പുനഃ, പിന്നീട് ഭഗവാന്റെ സൽക്കാരം എല്ലാം ഏറ്റു കഴിഞ്ഞപ്പോഴുള്ള കഥ പിന്നെ എന്തു പറയേണ്ടു. ആനന്ദത്തിൻ്റെ പരകോടിയിലേക്ക് സുദാമാവിനെ ഭഗവാൻ എത്തിച്ചു എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ പത്നിയുടെ പ്രേരണ നിമിത്തം ഭഗവാനെ ദർശിക്കാം എന്ന് കരുതി ദ്വാരകാപുരിയിലേക്ക് എത്തിച്ചേർന്ന കുചേലൻ ഭഗവത് പത്നിയായ മിത്രവിന്ദയുടെ കൊട്ടാരത്തിന് മുൻപിലാണ് എത്തിച്ചേർന്നത്. അവിടെ എത്തിയപ്പോഴേക്കും ഈ സുദാമാവിനെ സാക്ഷാൽ വൈകുണ്ഠത്തിൽ പ്രവേശിച്ചാൽ എന്നതുപോലെയുള്ള
നിർവൃതി ലഭിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഭഗവാന്റെ സ്വീകരണം കൂടി ലഭിച്ചപ്പോഴാകട്ടെ എന്തെന്നില്ലാത്ത ആനന്ദത്തെ അനുഭവിക്കാനായിട്ട് സുദാമാവിന് സാധിച്ചു എന്നും കൂടി ഈ ശ്ലോകത്തിൽ പറയുന്നു. ഗതോയമാശ്ചര്യമയീം ഭവത്പുരീം ഗൃഹേഷു ശൈഭ്യാഭവനം സമീവാൻ പ്രവിശ്യ വൈകുണ്ഠം ഇവാപനിർവൃതിം തവാദിസംഭാവനയാതു കിം പുനാ പ്രപൂജിതം തം പ്രിയയാച വീജിതം കരേ ഗൃഹീത്വാ കഥയ പുരാകൃതം യദിന്ദനാർത്ഥം ഗുരുതാരചോദിതൈ അപർത്തുവർഷം തദമർഷികാനനേ പ്രപൂജിതം തം പ്രിയയാ ച വീജിതം കരേ ഗൃഹീത്വാ അകഥയഃ പുരാകൃതം യത് ഇന്ധനാർത്ഥം ഗുരുതാരചോദിതൈഃ അപർത്തുവർഷം തദ് അമർഷികാനനേ പ്രപൂജിതം തം പ്രിയയാച വീജിതം. പ്രപൂജിതം പ്രകർഷേണ പൂജിക്കപ്പെട്ടു ഭഗവാനാൽ സുദാമാവ്. തന്നെയുമല്ല പ്രിയയാച വീജിതം, അവിടെ കൃഷ്ണപത്നിയായ മിത്രവിന്ദയാൽ വിശറി കൊണ്ട് വീശപ്പെടുകയും കൂടി ചെയ്തു. കരേ ഗൃഹീത്വ അകഥയ പുരാകൃതം തം, അയാളെ കുചേലനെ കരേ ഗൃഹീത്വ ഭഗവാൻ കയ്യിൽ പിടിച്ചിട്ട് പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനുസ്മരിച്ചു. അതിൽ യത് ഇന്ധനാർത്ഥം ഗുരുതാരചോദിതൈ, ഗുരുവിൻ്റെ ദാരം, ഗുരുപത്നിയാൽ നിർദ്ദേശിക്കപ്പെട്ടവരായിട്ട് അവർ വിറക് ശേഖരിക്കാനായിട്ട് കാട്ടിലേക്ക് പോയതും അപർത്തുവർഷം തദമർഷികാനനെ, അന്നുണ്ടായിരുന്ന അകാല വർഷം അതിനെയും ഇവർ അഭിമുഖീകരിച്ചു. ആ ഒരു ദിവസത്തെക്കുറിച്ചാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലനോട് അനുസ്മരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്ന സുദാമാവിനെ ഭഗവാൻ യഥാവിധി സ്വീകരിച്ച് സൽക്കരിച്ച് ഇരുത്തി തൻ്റെ പത്നിയായ മിത്രവിന്ദയെ കൊണ്ട് അല്ലെങ്കിൽ രുക്മിണിയെ കൊണ്ട് വിശറിയെല്ലാം വീയിപ്പിച്ച് തങ്ങൾക്കിടയിലുണ്ടായ പഴയ ആ ഗുരുകുലവാസത്തിലെ ദിനങ്ങളെ സ്മരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ആ ഗുരുകുലവാസത്തിൽ ഒരു ദിവസം ഗുരുപത്നിയാൽ നിർദ്ദേശിക്കപ്പെട്ടവരായിട്ട് വിറക് സമ്പാദിക്കുവാൻ പോയപ്പോൾ കാട്ടിൽ വെച്ചിട്ട് എന്തെന്നില്ലാത്ത ഒരു മഴയും കാറ്റും എല്ലാം ഉണ്ടായതും അവിടെ വെച്ചിട്ട് ഭഗവാൻ അനുസ്മരിക്കുകയാണ്. പ്രപൂജിതം തം പ്രിയയാച വീജിതം കരേ ഗൃഹീത്വാ ഗതയ പുരാകൃതം യദിന്ധനാർത്ഥം ഗുരുതാരചോദിതൈ അപർത്തുവർഷം തദമർഷികാനനേ ത്രപാജുഷോസ്മാത് പൃഥുകം ബലാദദ പ്രഗൃഹ്യ മുഷ്ടൗ സകൃതാശിതേ ത്വയാ കൃതം കൃതം നൻ യദേതി സംഭ്രമാത് രമാകിലോപേത്യ കരം രുരോധതേ ത്രപാജുഷഃ അസ്മാത് പൃഥുകം ബലാത് അഥ പ്രഗൃഹ്യ മുഷ്ടൗ സകൃത് ആശിതേ ത്വയാ കൃതം കൃതം നനു യഥാ ഇതി സംഭ്രമാത് രമാകില ഉപേത്യ കരം രുരോധതേ. ത്രപാജുഷഃ അസ്മാത്, ലജ്ജ നിമിത്തം അയാൾ ഈ കുചേലൻ പൃഥുകം ബലാത് പ്രഗൃഹ്യ, ലജ്ജ നിമിത്തം ഭഗവാന് കൊടുക്കുവാനായിട്ട് മടിച്ചു നിന്നിരുന്ന ആ കുചേലനിൽ നിന്ന് ഭഗവാൻ ആ അവിൽ കിഴി പിടിച്ചു വാങ്ങി. എന്നിട്ട് പ്രഗൃഹ്യ മുഷ്ടൗ സകൃതാശിതേത്വയ, അത് മേടിച്ചിട്ട് ഒരു പിടി എടുത്ത് ഭഗവാൻ ഭക്ഷിക്കുകയും കൂടി ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് കൃതം കൃതം നനു യഥാ ഇതി സംഭ്രമാത് രമാകില ഉപേത്യ, രമാ ഉപേത്യ, രമാദേവി അല്ലെങ്കിൽ രുക്മിണി ദേവി ഓടി വന്നിട്ട് കഴിച്ചത് മതി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് കരം രുരോധത്തെ, ഭഗവാന്റെ കരത്തെ തടഞ്ഞു.
കുചേലന് താൻ കൊണ്ടുവന്ന ഈ അവിൽപ്പൊതി കൊടുക്കുവാനായിട്ട് ലജ്ജ തോന്നി. കാരണം ഐശ്വര്യത്തിൻ്റെ ഉത്തുംഗത്തിൽ ഇരിക്കുന്ന ഭഗവാന് താൻ കൊണ്ടുവന്ന ഈ ദരിദ്ര നാരായണൻ്റെ അവിൽക്കിഴി എങ്ങനെയാണ് ഭഗവാന് സമർപ്പിക്കുക എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഭഗവാൻ ആ അവിൽക്കിഴിയെ പിടിച്ചു വാങ്ങി ഒരു പിടിയെടുത്ത് ഭക്ഷിച്ചപ്പോൾ വീണ്ടും ഒരു പിടി എടുക്കുവാനായി മുതിരുന്ന സമയത്ത് രുക്മിണി ദേവി ഓടി വന്ന് കയ്യിൽ പിടിച്ചിട്ട് മതി മതി, ഇത്രയും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൈ തടഞ്ഞു. ഇവിടെ ഭഗവാന്റെ കൈ തടയുന്ന ആ ലക്ഷ്മി ദേവിയുടെ മനോഗതം എന്തായിരിക്കും എന്നതാണ് നമുക്കെല്ലാം ചിന്തനീയമായ വിഷയം. അതിൽ ഒരു വാദം എന്ന് പറയുന്നത് ഈ കുചേലൻ കൊണ്ടുവന്ന് സമർപ്പിച്ച അവിൽക്കിഴി ഒരു പിടി കഴിച്ചതിൽ തന്നെ സുദാമാവിന് വേണ്ടതെല്ലാം ലഭിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും അങ്ങ് ഇതെടുത്ത് ഭക്ഷിച്ചാൽ സുദാമാവിന് ഇപ്പോൾ തന്നെ മുക്തിയും കൂടി ലഭിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഭഗവത് ഭക്തന്മാർ ആ കുചേലൻ്റെ ഭക്തിയെ നിന്ദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ധനം ആഗ്രഹിച്ച് ഭഗവാന്റെ അടുത്ത് വന്ന കുചേലന് എന്താണോ അയാൾ ആഗ്രഹിച്ചിരുന്നത് അതല്ലാതെ മോക്ഷമാണ് കൊടുത്ത് അനുഗ്രഹിക്കുന്നതെങ്കിൽ അത് അവിടെ യുക്തിക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് എന്താഗ്രഹിച്ചാണോ ആ ഭക്തൻ ഭഗവാന്റെ അടുത്ത് എത്തിയത് അത് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഈശ്വരധർമ്മം. അതുകൊണ്ട് അയാൾക്ക് സർവ സമ്പത്തും ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ഒരു പിടി കൂടി അങ്ങ് ഭക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞായിരിക്കാം ഒരുപക്ഷെ രുക്മിണി ദേവി ഭഗവാന്റെ കൈ തടഞ്ഞത്. മറ്റൊരു വാദത്തിൽ പറയുന്നത് ഈ ഒരു പിടി ഭഗവാൻ ഭക്ഷിക്കുക വഴി തന്നെ കുചേലന് എല്ലാ സമ്പത്തും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു പിടി കൂടി ഭക്ഷിച്ചാൽ താൻ സുമംഗലയുടെ പരിചാരികയായി പോകേണ്ടതായി വരും എന്നുള്ള ശങ്ക കൊണ്ടായിരിക്കാം രുക്മിണി ദേവി ഭഗവാന്റെ കൈ തടഞ്ഞത് എന്ന് മറ്റൊരു ഭാഷ്യം. എന്തായാലും ഭാഗവതത്തിൽ എന്തുകൊണ്ടാണ് രുക്മിണി ദേവി ഭഗവാന്റെ കൈകളെ തടഞ്ഞത് എന്ന് പറയുന്നില്ല. അതെല്ലാം നമ്മളുടെ മനസ്സനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതാണ് ഉചിതം എന്ന് കരുതിയിട്ടാവാം. അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുക എന്ന് ഭാഗവതകാരൻ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവാം. ത്രപാജുഷോസ്മാത് പൃഥുകമ്പലാദത പ്രഗൃഹ്യമുഷ്ടൗ സഹൃദാശിതേ ത്വയാ കൃതം കൃതം നന്യതേതി സംഭ്രമാത് രമാ കിലോപേത്യകരം രുരോധതേ ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരീം വസന്നേക നിശാം മഹാസുഖം ബദാപരേദ്യുർദ്രവിണം വിനായയൗ വിചിത്രരൂപസ്തവ ഖല്വനുഗ്രഹാഃ ഭക്തേഷു ഭക്തേന സഹ മാനിതഃ ത്വയാ പുരീം വസൻ ഏകനിശാം മഹാസുഖം ബത അപരേദ്യുഃ ദ്രവിണം വിനായയൗ വിചിത്രരൂപഃ തവ ഖലു അനുഗ്രഹഃ. ഭക്തേഷു ഭക്തേന സഹ മാനിതഃ ത്വയാ ഭക്തന്മാരിൽ വളരെയധികം ഭക്തിയുള്ളവനായ ആ ശ്രീകൃഷ്ണ പരമാത്മാവിനാൽ മാനിതഃ വേണ്ട രീതിയിൽ സൽക്കരിക്കപ്പെട്ടപ്പോൾ സഹ ആ കുചേലൻ പുരീം വസൻ ഏകനിശാം മഹാസുഖം ഭഗവാന്റെ ദ്വാരകാപുരിയിൽ ഒരു രാത്രി ഏറ്റവും സുഖത്തോടുകൂടി താമസിച്ചു.
ബദാ കഷ്ടം അപരേദ്യഹു, അടുത്ത ദിവസമാവട്ടെ ദ്രവിണം വിനായയോ, ഭഗവാനോട് യാതൊന്നും ചോദിക്കാതെ ഈ കുചേലൻ മടങ്ങിപ്പോന്നു. വിചിത്രരൂപ തവ ഖലു അനുഗ്രഹ, ഗുരുവായൂരപ്പ അങ്ങയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് വിചിത്രം തന്നെയല്ലേ. കാരണം എന്താഗ്രഹിച്ചുകൊണ്ടാണോ ഈ കുചേലൻ ഭഗവാനെ കാണാൻ വന്നത്, ഭഗവത് ദർശനത്താൽ ഭഗവാന്റെ സൽക്കാരം എല്ലാം ഏറ്റുവാങ്ങി ആ പരമാനന്ദ നിർവൃതിയിൽ ആറാടിയ കുചേലൻ എന്തിനാണ് താൻ വന്നത് എന്ന് പോലും മറന്നുപോയി. അതുകൊണ്ട് തന്നെ കുചേലൻ ഭഗവാനോട് യാതൊന്നും പ്രാർത്ഥിച്ചില്ല. എനിക്ക് ധനം വേണം എന്ന് കുചേലൻ ഭഗവാനോട് പറഞ്ഞില്ല. ഇവിടെ മേൽപ്പത്തൂർ ചോദിക്കുകയാണ്, അങ്ങയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് പലപ്പോഴും വിചിത്രം തന്നെയല്ലേ ഭഗവാനെ. ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരീം വസന്നേക നിശാം മഹാസുഖം ബദാപരേദ്യുർദ്രവിണം വിനായയോ വിചിത്രരൂപസ്തവ ഖൽവനുഗ്രഹ. യദി ഹ്യയാജിഷ്യമദാസ്യദച്യുതോ വദാമി ഭാര്യാം കിമിതി വ്രജന്നസൗ ത്വദുക്തിലീലാസ്മിതമഗ്നധീ പുനഃ ക്രമാദ പശ്യൻ മണിദീപ്രമാലയം. യദി ഹി അയാജിഷ്യം അദാസ്യത് അച്യുതഃ വദാമി ഭാര്യാം കിം ഇതി വ്രജൻ അസൗ ത്വദുക്തിലീലാസ്മിതമഗ്നധീ പുനഃ ക്രമാത് അപശ്യൻ മണിദീപ്രം ആലയം. യദി ഹി അയാജിഷ്യം ഞാൻ ഭഗവാനോട് ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ അദാസ്യത് അച്യുതഃ ഭഗവാൻ എനിക്ക് ചോദിച്ചതെല്ലാം തരുമായിരുന്നു. വദാമി ഭാര്യാം കിം ഇതി വ്രജൻ അസൗ, പക്ഷേ ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് എന്ത് പറയും? ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ എന്ത് ചോദിച്ചിരുന്നെങ്കിലും ഭഗവാൻ എനിക്ക് തരുമായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചില്ല. ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് എന്ത് പറയും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരികെ സഞ്ചരിച്ചത്. ആ പോകുന്ന പോക്കിലാവട്ടെ ത്വദുക്തി ലീലാസ്മിത മഗ്നദീഹി പുനഃ, തലേന്ന് രാത്രിയിൽ തനിക്ക് ലഭിച്ച ഭഗവാന്റെ ആതിഥേയത്വം മനസ്സിൽ സ്മരിച്ച് ആനന്ദമഗ്നനായിട്ടാണ് കുചേലൻ മടങ്ങിപ്പോയത്. അങ്ങനെ പോകുന്ന വഴിക്ക് ക്രമാത് അപശ്യൻ മണിദീപ്രമാലയം, ഒരു രത്നനിർമ്മിതമായിരിക്കുന്ന മനോഹരമായൊരു ഗൃഹമാണ് കുചേലൻ കാണുന്നത്. ഭഗവാന്റെ അടുത്തേക്ക് പോയ കുചേലൻ ഭഗവാനോട് തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയാം, എന്തെങ്കിലും തരാതിരിക്കില്ല എന്ന് പറഞ്ഞാണ് പോകുന്നതെങ്കിലും അവിടെ ചെന്ന് ഭഗവാന്റെ പരിചരണങ്ങളെല്ലാം ഏറ്റുവാങ്ങി വളരെ സുഖത്തോടു കൂടി ഒരു ദിവസം മുഴുവൻ അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭഗവാനോട് എന്തെങ്കിലും യാചിക്കണം എന്ന് സുദാമാവിന് തോന്നിയില്ല. മടങ്ങിപ്പോകുന്ന വഴിക്ക് സുദാമാവ് ചിന്തിക്കുകയാണ്, ഇനി ഞാൻ വീട്ടിൽ ചെന്ന് സുമംഗലയോട് എന്തു പറയും? ഞാൻ ചോദിച്ചിരുന്നുവെങ്കിൽ ഭഗവാൻ തരുമായിരുന്നു, പക്ഷേ ഞാൻ ചോദിച്ചില്ല. അതുകൊണ്ട് ഇനി ഞാൻ വീട്ടിൽ ചെന്ന് എന്തു പറയും എന്നെല്ലാം ചിന്തിച്ച് വിഷമിച്ച് മടങ്ങിപ്പോകുന്ന ആ കുചേലൻ പോകുന്ന പോക്കിൽ ഭഗവാന്റെ ലീലാവിലാസങ്ങളൊക്കെയാണ് മനസ്സിൽ ഉയർന്നു വന്നത്. അതെല്ലാം ചിന്തിച്ചുകൊണ്ട് തൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയ സുദാമാവ് കാണുന്നത് ഒരു രത്നനിർമ്മിതമായ ഭവനമായിരുന്നു. കിം മാർഗവിഭ്രംശ ഇതി ഭ്രമൻഷണം ഗൃഹം പ്രവിഷ്ട സദദർശവല്ലഭാം സഖീപരീതാം മണിഹേമഭൂഷിതാം
ബുബോധ ച ത്വത്കരുണാം മഹാത്ഭുതം കിം മാർഗവിഭ്രംശഃ ഇതി ഭ്രമൻ ക്ഷണം ഗൃഹം പ്രവിഷ്ടഃ സഹ ദദർശ വല്ലഭാം സഖീപരീതാം മണിഹേമഭൂഷിതാം ബുബോധ ച ത്വത്കരുണാം മഹാത്ഭുതം കിം മാർഗവിഭ്രംശഃ ഇതി ഭ്രമൻ ക്ഷണം. ഒരു നിമിഷ നേരത്തേക്ക് സുധാമാവിന് തോന്നി തനിക്ക് വഴിതെറ്റിയോ എന്ന്. അങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗൃഹം പ്രവിഷ്ടഃ സഹ ദദർശ വല്ലഭാം. ആ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ തൻ്റെ പത്നിയെ സുധാമാവ് കണ്ടു. സഖീപരീതാം മണിഹേമഭൂഷിതാം, തോഴിമാരാൽ ചുറ്റപ്പെട്ടുകൊണ്ടും വളരെ മനോഹരങ്ങളായിരിക്കുന്ന വില കൂടിയ ആഭരണങ്ങളൊക്കെ ധരിച്ചവളുമായ തൻ്റെ പത്നി സുമംഗലയെ സുധാമാവ് കണ്ടു. അപ്പോൾ കുചേലനെ മനസ്സിലായി. ബുബോധ ച ത്വത്കരുണാം മഹാത്ഭുതാം, ഭഗവാന്റെ കാരുണ്യത്തെയും അത്ഭുതകരമായിരിക്കുന്ന അനുഗ്രഹത്തെയും ഒക്കെ ഈ സുധാമാവിനെ മനസ്സിലായി. കാരണം ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയാം എന്ന് കരുതിയാണ് പോയതെങ്കിലും അവിടെ ചെന്ന് ഭഗവാന്റെ ആതിഥേയത്വം സ്വീകരിച്ചപ്പോൾ യാതൊന്നും പറയാൻ സാധിക്കാതിരുന്ന ആ കുചേലൻ അടുത്ത ദിവസം അവിടെ നിന്ന് ഒന്നും ചോദിക്കാതെ തിരികെ പോരുകയാണ് ചെയ്തത്. ഇനി വീട്ടിൽ വന്ന് ഭാര്യയോട് എന്ത് പറയുമെന്നെല്ലാം ചിന്തിച്ച് വിവശനായിട്ട് വരുന്ന ആ കുചേലൻ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ മണിഹേമഭൂഷിതയായിരിക്കുന്ന തൻ്റെ പത്നിയെ കാണാൻ ഇടയായപ്പോൾ ഈ സുധാമാവ് ചിന്തിച്ചു ഭഗവാന്റെ അനുഗ്രഹ ലീലകളിലെ അത്ഭുതങ്ങളെക്കുറിച്ച്. കിം മാർഗവിഭ്രംശ ഇതി ഭ്രമൻ ക്ഷണം ഗൃഹം പ്രവിഷ്ട സദദർശ വല്ലഭാം സഖീപരീതാം മണിഹേമഭൂഷിതാം ബുബോധ ച ത്വത്കരുണാം മഹാത്ഭുതം സരത്നശാലാസു വസന്നഭിസ്വയം സമുന്നമദ്ഭക്തിഭരോ മൃദം യയോ ത്വമേവമാപൂരിതഭക്തവാഞ്ചിതോ മരുത്പുരാധീശ ഹരസ്വമേകദാൻ. സഹ രത്നശാലാസു വസൻ അഭി സ്വയം സമുന്നമദ്ഭക്തിഭരഃ അമൃതം യയോ ത്വമേവം ആപൂരിത ഭക്തവാഞ്ചിതഃ മരുത്പുരാധീശ ഹരസ്വ മേഘദാൻ. സഹ ഈ കുചേലൻ രത്നശാലാസു വസൻ നബി, മണിമയ ഗൃഹത്തിലാണ് പിന്നീട് കുചേലൻ താമസിച്ചത് എങ്കിലും സ്വയം സമുന്നമത് ഭക്തിപരഹ അമൃതം യയോ, തൻ്റെ ഭക്തി വർദ്ധിച്ച് അമൃതപദത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. ത്വം അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് ഏവം ഇപ്രകാരം ആപൂരിത ഭക്തവാഞ്ചിത, ഓരോ ഭക്തൻ്റെയും ആഗ്രഹങ്ങളെ ഏത് പ്രകാരത്തിലാണ് ഭഗവാൻ പൂർണ്ണമാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ സാധ്യമാക്കി കൊടുക്കുന്നത് എന്നത് തികച്ചും അത്ഭുതകരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മേൽപ്പത്തൂർ പറയൻ മരുത്പുരാധീശ ഹരസ്വ മേഘദാൻ, അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റിത്തരണമെന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ഭക്തനാണോ എന്തെല്ലാം ആഗ്രഹിച്ചാണോ ഭഗവാനെ സമീപിക്കുന്നത് അവർക്ക് അതെല്ലാം നൽകുന്ന മഹാകാരുണ്യശാലിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ദശകത്തെയും മേൽപ്പത്തൂർ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുന്നത്. ഇപ്രകാരം നമ്മളിലും ഉള്ള ഭക്തി മേൽക്കുമേൽ വർദ്ധിച്ച് നമ്മുടെ എല്ലാം മനോവാഞ്ചിതങ്ങൾ എല്ലാം സാധ്യതപ്രായങ്ങളാക്കി അവസാന കാലത്തിലെ ഭഗവത് സ്മരണയോടുകൂടി മോക്ഷപദം പ്രാപിക്കുവാനായിട്ട് സാധിക്കുവാൻ നമ്മളെയും എല്ലാം ഈ ഭഗവത് കഥകൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും
ഈ ദശകം മേൽപ്പത്തൂരിനോടൊപ്പം ഭഗവത് പാദത്തിൽ സമർപ്പിക്കാം. സരത്നശാലാസു വസന്നഭിസ്വയം സമുന്നമദ്ഭക്തിഭരോ മൃദം യയോ ത്വമേവ മാ പൂരിതഭക്തവാഞ്ചിതോ മരുത്പുരാധീശ ഹരസ്വമേകദാൻ.